ഹലോ. അപ്പൊ നമ്മുടെ തക്കുനായിട്ട് നമ്മൾ ഇന്ന് ആദ്യമായിട്ട് ഒരു വാട്ടർഫോള് കാണാൻ പോവാണ്. തക്കു റെഡിയാണോ? തക്കു റെഡി ആയിട്ടില്ല. അപ്പൊ നമ്മളെങ്ങനെയാണ്, അപ്പൊ നമ്മുടെ തക്കുനിപ്പം 6 months ആയി. അവരേക്ക് നമ്മൾ ആദ്യമായിട്ട് അവരുടെ വാട്ടർഫോള് കാണാൻ പോകുന്നത്. നമ്മളുടെ ട്രാവൽ ജേർണീസ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. തൊണ്ടൊക്കെ പോയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ആഴ്ച മൊത്തം പനിയടിച്ച് സീനായിരുന്നു, വൈറൽ ഫീവർ ആയിരുന്നു എല്ലാവർക്കും. അപ്പൊ നമ്മള് ഒന്ന് വൈറൽ ഫീവറൊക്കെ കഴിഞ്ഞ് നമ്മളൊന്ന് സെറ്റായി കഴിഞ്ഞ് പുറത്തിറങ്ങാന്ന് വിചാരിച്ചു. സൺഡേ നമ്മൾ പുറത്തിറങ്ങാണ്. അപ്പൊ അപ്പുണ്ട്, ഞാനുണ്ട്, നമ്മുടെ കുഞ്ഞു തക്കൂടെ ഉണ്ട്. നമ്മൾ ഒന്നിച്ച് നമ്മളുടെ ട്രാവൽസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. അപ്പൊ നമുക്ക് നേരെ പോകണം. അറിയാതെ നമുക്ക് ഇവിടെ പുള്ളിക്ക് പൊതുവെ കാർട്ടീറ്റൊന്നും താല്പര്യമില്ല. പക്ഷെ നമ്മള് സേഫ്റ്റിയാണ് ഇമ്പോർട്ടൻറ്റ്. ചെറുപ്പം ശരിയാണ്. അങ്ങനെയാണ് നമ്മള് ക്ലാസ്സിൽ സെറ്റാക്കിയിട്ട് നമുക്ക് ഇവിടെ തക്കിക്കുഞ്ഞ് റെഡിയായി കാത്തിച്ചിട്ട്. അപ്പൊ തക്കിക്കുഞ്ഞ് റെഡിയായി കാത്തിച്ചിട്ട് ഞാൻ അങ്ങനെ കാത്തിച്ചിട്ടോ. ഇപ്പം എൻ്റെ സ്ഥിരം സീറ്റ് ബാക്കിലാണ്. കാരണം തക്കുനെ കഴിഞ്ഞ് വേണം നമുക്ക് ഫ്രണ്ടിലോട്ടാകാം. ഇപ്പം ആവില്ല. അപ്പം നമുക്ക് ഫ്രണ്ടിലോട്ടാവും. തൽക്കാലം താഴെ ഡ്രൈവർ നമ്മൾ രണ്ടുപേരും കാർ സീറ്റിൽ ബാക്കിൽ നിന്ന് ട്രാവൽ ചെയ്യാറ്. ശരിക്കും പറഞ്ഞാൽ ഇതച്ഛന്മാരെ കാറ് പോണ സ്ഥലം. പക്ഷെ നമുക്ക് നല്ല ഭാഗ്യമുള്ളതാണ് നമ്മളുടെ ഗേറ്റ് പൂട്ടിയിട്ടേക്കണേ. അപ്പോൾ നമ്മൾ ഗേറ്റ് കടന്നത് ഇത് സ്ട്രോളറിൽ അവർ ഇട്ടിട്ടുണ്ട്. നമുക്ക് മറ്റേ ചെറിയ കൊതുക് പോലത്തെ സാധനം ഉണ്ട്. അതുകൊണ്ട് നമ്മൾ സ്ട്രോളർ അടച്ചിട്ടാണ് കൊണ്ടുപോകണം. അല്ലെങ്കിൽ ഈ കൊതുക് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ചൊറിച്ചിൽ വരും. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾക്ക് ക്യാമ്പ് ചെയ്തപ്പോൾ നല്ലൊരു പണി കിട്ടിയതാണ്. ഇത് കടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ചൊറിച്ചിലായിരിക്കും. അപ്പോൾ അത് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയതുകൊണ്ട് ഒരു പേടിയുണ്ട്. അപ്പോൾ ഇവിടെ എപ്പോൾ വെള്ളച്ചാട്ടത്തിൽ വന്നാലും എപ്പോഴും നമുക്ക് ഇത് നമ്മളുടെ 4th ടൈം ഈ വെള്ളച്ചാട്ടം നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല. ഞാൻ ഓൾറെഡി കണ്ടതാണ്. പക്ഷെ ഇവരെ കൊണ്ട് മീൻസ് നമ്മൾ തക്കുനായിട്ട് അതിട്ട് വന്നിട്ട് നമുക്കത് കാണാൻ പറ്റിയില്ല. അപ്പോ നമ്മള് നടന്ന് സത്യത്തിൽ അവിടെ നല്ല ഫ്ലൈസ് ആയിരുന്നു. ഇങ്ങോട്ട് വന്നപ്പോ ഫ്ലൈസ് ഇല്ലട്ടാ. ഇവന് ഇങ്ങനെ കവർ ചെയ്തിട്ടേക്കണോണ്ട് നമുക്ക് അത്ര ടെൻഷനില്ല. അപ്പൊ നമ്മൾ നടന്ന് എത്തിയിരിക്കുന്നത് നമ്മളുടെ ഇന്ത്യൻ ഫോൾസ്. അറിയാലോ, ബേബി ഉള്ളതുകൊണ്ട് നമുക്ക് കുറെ റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ടാവും. ബട്ട് സ്റ്റിൽ നമ്മള് ഇച്ചിരി കാർ ഫസ്റ്റത്തെ അല്ലേ. അപ്പൊ നമ്മൾ ഇച്ചിരി മാത്രം നടന്ന് നോക്കി നമ്മള് എത്തിയിട്ടുണ്ട്. എങ്ങനെ നമുക്ക് ഇവൻ റിയാക്ട് ചെയ്യുന്നത് നമുക്കറിയില്ല. അത് വേറെ കാര്യം. ഫസ്റ്റത്തെ ട്രിപ്പാണെന്ന് നേരത്തെ പറഞ്ഞല്ലോ. അപ്പൊ എത്തിയിട്ടുണ്ട്. ഇതുവരെ എല്ലാം ഓക്കെയാണ്. അവൻ ഉറങ്ങിപ്പോയി. നമുക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പൊ നമ്മൾ എത്തിയിരിക്കുന്നത് ഇന്ത്യൻ ഫോൾസിലാണ്. ഇനി നമുക്ക് ഫോൾസിന്റെ കുറെ വിഷ്വൽസ് കാണാം. അപ്പൊ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ നമ്മളെ കയറ്റില്ലാന്ന് പറഞ്ഞേ. കാരണം ഇപ്പഴാണ് മനസ്സിലായി ഇവിടെ വാഷ്റൂംസ് ഒക്കെ വന്നിട്ടുണ്ട്. നമ്മൾ ആദ്യമായിട്ട് നമ്മൾ ഇവിടുത്തെ ഇന്ത്യൻ ഫോൾസ് കാണാൻ പോവാണ്. അടിപൊളി ലേക്കാണ് കേട്ടോ. ലേക്കാണ് ഇതാശത്തെ വെള്ളച്ചാട്ടമാണ്. പക്ഷെ തക്കു ഉറങ്ങിപ്പോ എന്ത് ചെയ്യാനാ. ഇവിടെ നമ്മൾ ഇങ്ങോട്ട് വീടൊക്കെ വാങ്ങി ഇങ്ങോട്ട് മൂവ് ചെയ്തപ്പോ നമുക്ക് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യണത് ഇങ്ങനെ ട്രാവൽ ചെയ്യാൻ അധികം സ്ഥലമില്ല. അതുപോലെ തന്നെ വെള്ളച്ചാട്ടം ഇവിടെ കുറവാണ്. നമ്മൾ അങ്ങനെ ചെറുതായിട്ട് ഓരോന്ന് കണ്ടുപിടിച്ച് എക്സ്പ്ലോർ ചെയ്ത് പറഞ്ഞേ ഉള്ളൂ. അപ്പൊ നമുക്ക് കാണാം. ഞാൻ പറഞ്ഞ വെള്ളച്ചാട്ടം ഇതാണ്. ഇത് നമ്മളുടെ ബ്രിഡ്ജ് വാട്ടർ അല്ല ഇത് ന്യൂഡൻബർഗ് കൗണ്ടിയിലുള്ള ഇന്ത്യൻ ഫോൾസ് ആണിത്. ഇപ്പൊ ഇവിടെ ബ്രിഡ്ജ് വാട്ടറിൽ നിന്ന് 30 minutes. എനിക്ക് തോന്നുന്നത് അവിടെ അങ്ങനെ ഒരു ബ്രിഡ്ജ് പോലെ ഉണ്ട്.
അതിലെ പോയിട്ട് അവിടെ നിന്ന് ആൾക്കാർ ഇറങ്ങി നിന്ന് ഇവിടെ നമുക്ക് ഫിഷിംഗ് ഉണ്ട്. എനിക്ക് തോന്നുന്നു ഇവിടെ അധികം ആഴമില്ലാന്ന് തോന്നുന്നു. അപ്പൊ കുളിക്കാനൊക്കെ പറ്റും. പക്ഷെ നല്ല അടിപൊളി സ്ഥലം. നമുക്ക് വേണമെങ്കിൽ ഒരു കോഫി കേട്ട് വന്നിട്ട് അടുത്ത പ്രാവശ്യം ഇരിക്കാല്ലേ. കാരണം ഒട്ടും നടക്കാനില്ല. നമുക്ക് ജസ്റ്റ് കാർ പാർക്ക് ചെയ്യാം, ഇങ്ങോട്ട് പോരാ, ഇവിടെ ഒന്ന് നിക്കാം, നല്ല കാറ്റുള്ള വ്യൂസ് കാണുക. അതേപോലെ തന്നെ അവിടെയും ഒരു സൈറ്റ് സീയിങ് ഉണ്ട്. നമുക്ക് അങ്ങനെ ഒരു ചെറിയൊരു ബ്രിഡ്ജ് പോലെ ഉണ്ട്. ആ ബ്രിഡ്ജ് കയറി ഇങ്ങോട്ട് വന്നാൽ നമുക്ക് അവിടെ നിന്നും വെള്ളച്ചാട്ടം നമുക്ക് നല്ല വ്യൂവില് നല്ല സുഖത്തിൽ കാണാം. നിങ്ങൾക്ക് കേൾക്കാൻ പറ്റില്ല വെള്ളച്ചാട്ടം? എനിക്ക് എന്തോരം കാംനെസ് ആണെന്ന് ഇവിടെ നിന്ന് കേട്ടോട്ടെ. നമ്മളുടെ എന്താ നമ്മള് വാട്ടർഫോളൊക്കെ കണ്ട് നമ്മൾ തിരിച്ചു പോകാൻ പോവാ. ഭയങ്കര ഫ്ലൈസ് ഉണ്ട്. ബട്ട് ഇവനിങ്ങനെ മൂടിയിരിക്കണോണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല. അപ്പൊ ഇതൊക്കെയുള്ള നമ്മളുടെ ഇന്നത്തെ വിശേഷം. നമ്മൾ ഇതുപോലത്തെ ഉള്ള കുറെ ട്രാവൽ വീഡിയോസ് ആയിട്ട് നമ്മൾ വീണ്ടും വരാം. അപ്പോ അതുവരെയുള്ളു. ബൈ ബൈ.